ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ 6th ചാപ്റ്ററായ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് ചാപ്റ്ററിൻ്റെ നോട്ട്സ് ആണ്. ഓക്കെ, ഇതിൽ ഇംഗ്ലീഷ് മീഡിയമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, മലയാളത്തിലും കൂടി പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. സബ് കോണ്ടിനെൻറ്റ്സ് എന്താണ് കൂട്ടുകാരി? സബ് കോണ്ടിനെൻറ്റ്സ്. യെസ്, സബ് കോണ്ടിനെൻറ്റ്സ് ആർ ലാർജ് കോണ്ടിനെൻ്റൽ ഏരിയാസ് വിത്ത് ഡൈവേഴ്സ് ഫിസിയോഗ്രഫിക് ഡിവിഷൻ ആൻഡ് ക്ലൈമറ്റ് ആസ് ഇൻ കോണ്ടിനെൻറ്റ്സ്. അതായത് കോണ്ടിനെൻറ്റ്സിനെ പോലെ തന്നെ, ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ എന്താണ്, യെസ്, വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും അതുപോലെ തന്നെ കാലാവസ്ഥ പറയും, യെസ്, ക്ലൈമറ്റ്സ് ഒക്കെ ഉള്ള ഭൂഖണ്ഡ ഭാഗങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യെസ്, സബ് കോണ്ടിനെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദ പാമീർ പ്ലാറ്റ്യൂ ജോഗ്രഫിക്കലി സെപ്പറേറ്റ് ദ സദേൺ പാർട്ട് ഓഫ് ഏഷ്യൻ കോണ്ടിനെൻറ്റ് ഫ്രം ദ അതർ പാർട്സ്. പാമീർ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത്, യെസ്, പാമീർ പീഠഭൂമി അല്ലേ? എന്താണ്? പാമീർ പീഠഭൂമിയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിന് എന്ത് ചെയ്യുന്നത്? യെസ്, ഏഷ്യ ഭൂഖണ്ഡത്തിനെ തെക്കു ഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്നത്. ദെൻ നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് നോക്കൂ. ദ ടോപ്പോഗ്രഫി ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ഹൈ മൗണ്ടെയിൻ പീക്സ്, വാസ്റ്റ് പ്ലെയിൻ, ഡെസേർട്ട് റീജിയൻ, പ്ലാറ്റ്യൂ ഫോംഡ് ഓഫ് ഹാർഡ് റോക്സ്, കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്സ്. അപ്പോൾ എന്താ പറയുന്നത് നോക്കൂ. യെസ്, ദ ടോപ്പോഗ്രഫി ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്, അതായത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂപ്രകൃതിയിൽ എന്തൊക്കെയുണ്ടെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത്? യെസ്, ഹൈ മൗണ്ടെയിൻ പീക്സ്, ഹൈ ഉയർന്ന ഉന്നതമായിട്ടുള്ള എന്ത്? യെസ്, പർവ്വത ശിഖരങ്ങളല്ലേ. അതുപോലെ തന്നെ വാസ്റ്റ് പ്ലെയിൻസ്, വിശാലമായിട്ടുള്ള, വാസ്റ്റ് എന്ന് പറഞ്ഞാൽ യെസ് വിശാലമായ, ദെൻ പ്ലെയിൻസ് യെസ് സമതലങ്ങൾ, വാസ്റ്റ് പ്ലെയിൻ വിശാലമായ സമതലങ്ങൾ. ദെൻ ഡെസേർട്ട് റീജിയൻ, ഡെസേർട്ട് നമുക്കറിയാം എന്താണ്? മരുഭൂമിയാണല്ലേ. അപ്പം മരുഭൂമി പ്രദേശങ്ങൾ, റീജിയൻസ് എന്ന് പറഞ്ഞാൽ യെസ് പ്രദേശങ്ങൾ. ദെൻ പ്ലാറ്റ്യൂസ് ഫോംഡ് ഓഫ് ഹാർഡ് റോക്സ്, പ്ലാറ്റ്യൂസ് എങ്ങനത്തെ പ്ലാറ്റ്യൂസ് ആണ്? യെസ്, ഫോംഡ് ഓഫ് ഹാർഡ് റോക്സ്, അതായത് ഹാർഡ് റോക്സ് കൊണ്ട് നിർമ്മിതമായിട്ടുള്ള പ്ലാറ്റ്യൂസ്, പീഠഭൂമികൾ, പീഠഭൂമി പ്രദേശങ്ങൾ. ദെൻ കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്സ്, കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്സ്, തീരസമതലങ്ങൾ അല്ലേ. കോസ്റ്റൽ പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ യെസ് തീരസമതലങ്ങൾ, അതുപോലെ തന്നെ ഐലൻഡ്സ് എന്താണ്? യെസ് ദ്വീപുകൾ അല്ലേ. അപ്പോൾ ഇവയെല്ലാം എന്തിലുണ്ട്? യെസ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, then the Indian subcontinent is bordered by the Himalayas on the north, then Arakan ranges on the east and Hindu Kush range on the west. അപ്പോൾ ഇന്ത്യൻ സബ് കോണ്ടിൻ്റെ ബോർഡേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അതിർത്തികളാണ് ഇനി പറയുന്നത്. എന്താണ്? ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്സ് ഈസ് ബോർഡേഡ് ബൈ ദി ഹിമാലയാസ് ഓൺ ദ നോർത്ത്, നോർത്തിൽ എന്താണ്? യെസ് ഹിമാലയ പർവ്വതവും, ദെൻ അരക്കൻ റേഞ്ച് ഓൺ ദ ഈസ്റ്റ്, ഈസ്റ്റിൽ അരക്കൻ റേഞ്ച് അല്ലേ, അരക്കൻ പർവ്വതനിരകളും, പടിഞ്ഞാറിൽ യെസ് അരക്കൻ പർവ്വതനിരകളും, ദെൻ ഹിന്ദുക്കുഷ് റേഞ്ച് ഓൺ ദ വെസ്റ്റ്, പടിഞ്ഞാറ് അതിർത്തിയിൽ ഹിന്ദുക്കുഷ് അല്ലേ, കിഴക്കേ അതിർത്തിയിൽ അരക്കനും പടിഞ്ഞാറ് അതിർത്തിയിൽ ഹിന്ദുക്കുഷൊക്കെ. ദെൻ എന്താണ് പറയുന്നത്? യെസ് ഹിന്ദുക്കുഷ് റേഞ്ച് ഓൺ ദ വെസ്റ്റ്. ദെൻ സദേൺ ബൗണ്ടറി ഓഫ് ദി ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് ഈസ് ദ ഇന്ത്യൻ ഓഷ്യൻ. അപ്പോൾ സദേൺ ബൗണ്ടറി എന്താണ്? തെക്കേ അതിർത്തി എന്താണ്? യെസ് ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് തെക്കേ അതിർത്തി എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷ്യനാണ്, നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഓക്കെ, ദെൻ പാമീർ കോഡ് നോൺ ആസ് ദ റൂഫ് ഓഫ് ദ വേൾഡ്. പാമീർ കോഡ് എങ്ങനെയാണ് അറിയപ്പെടുന്നത് കൂട്ടുകാരെ? യെസ് ലോകത്തിൻ്റെ മേൽക്കൂര അഥവാ റൂഫ് ഓഫ് ദ വേൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. ദെൻ ഈസ് ദ മീറ്റിംഗ് പോയിന്റ് ഓഫ് ടിയാൻഷാൻ, കാരക്കോറം, കുൻലുൻ ആൻഡ് ഹിന്ദുക്കുഷ് മൗണ്ടെയിൻ റേഞ്ചസ്. എന്താ പറയുന്നത്? ഇസ് ദ പാമീർ നോട്ട് നോൺ ആസ് ദ റൂഫ് ഓഫ് ദ വേൾഡ് ഇസ് ദ മീറ്റിംഗ് പോയിന്റ്. എന്താണ്? ഇസ് മീറ്റിംഗ് പോയിന്റ് ഓഫ് ടിയാൻഷാൻ, കാരക്കോറം, കുൻലുൻ ആൻഡ് ഹിന്ദുക്കുഷ് മൗണ്ടെയിൻ റേഞ്ചസ്. അതായത് ടിയാൻഷാൻ, കാരക്കോറം, കുൻലുൻ, ഹിന്ദുക്കുഷ് എന്നീ പർവ്വതനിരകളുടെ സംഗമസ്ഥാനമാണ് എന്ത്? യെസ് ഈ പാമീർ പീഠഭൂമിയല്ല. അപ്പോൾ ഈ പാമീർ പീഠഭൂമി എങ്ങനെയാണ് അറിയപ്പെടുന്നതെന്നാണ് പറയുന്നത്? യെസ് ലോകത്തിൻ്റെ മേൽക്കൂര അഥവാ റൂഫ് ഓഫ് ദ വേൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ സബ് കോണ്ടിനെൻറ്റ്സ്? നമ്മൾ പറഞ്ഞു എന്താണ് സബ് കോണ്ടിനെൻറ്റ്സ് കൂട്ടുകാരെ? യെസ് വാസ്റ്റ് കോണ്ടിനെൻ്റ് റീജിയൻ വിത്ത് ഡൈവേഴ്സ് ടോപ്പോഗ്രഫിക്കൽ ഡിവിഷൻ ആൻഡ് ക്ലൈമറ്റ് ആർ കോൾഡ് സബ് കോണ്ടിനെൻറ്റ്സ്. എന്താണ്? വാസ്റ്റ് കോണ്ടിനെൻ്റൽ റീജിയൻസ്, അതുപോലെ തന്നെ ഡൈവേഴ്സ് ടോപ്പോഗ്രഫിക്കൽ ഡിവിഷൻ, വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും, ദെൻ ക്ലൈമറ്റ് യെസ് കാലാവസ്ഥയുമാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ് സബ് കോണ്ടിനെൻറ്റ്സ് എന്ന് പറയുന്നത്, ഉപഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ദ ടോപ്പോഗ്രഫി ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്? ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് ടോപ്പോഗ്രഫിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂപ്രകൃതി സവിശേഷതകൾ എന്തൊക്കെയാണ്? യെസ്, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണല്ലേ. എന്തൊക്കെയായിരുന്നു? യെസ്, ദ ടോപ്പോഗ്രഫി ഓഫ് ദി ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ഹൈ മൗണ്ടെയിൻസ്, പീക്സ്, വാസ്റ്റ് പ്ലെയിൻ, ഡെസേർട്ട് ഏരിയാസ്, plateau areas made up of hard rocks, coastal plains and islands. അതായത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂപ്രകൃതിയിൽ എന്തൊക്കെയാണ് വരുന്നത്? യെസ്, ഹൈ മൗണ്ടെയിൻ പീക്സ് ഉണ്ട്, അതുപോലെ തന്നെ വാസ്റ്റ് പ്ലെയിൻസ്, ഡെസേർട്ട് ഏരിയാസ്, പ്ലാറ്റ്യൂ ഏരിയാസ് മെയ്ഡ് അപ്പ് ഓഫ് ഹാർഡ് റോക്സ് ആൻഡ് കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്സ്. ദെൻ നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാനാണ് ദ പാമീർ പ്ലാറ്റ്യൂ ഇസ് റെഫേർഡ് ടു ആസ് ദ റൂഫ് ഓഫ് ദ വേൾഡ്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇത് കൂട്ടുകാർ എന്ത് ചെയ്യുക? മനസ്സിൽ നന്നായി പഠിച്ചു വയ്ക്കുക, ഓർമ്മിച്ച് വയ്ക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബൗണ്ടറീസ് ആണ്. വാട്ട് ആർ ദ ബൗണ്ടറീസ് ഓഫ് ദി ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്? നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഓരോ ചോദ്യങ്ങളായിട്ട് ഇവിടെ നൽകിയിരിക്കുകയാണ്. ഓക്കെ, the Himalayan mountain is situated on the northern boundary of the Indian subcontinent. The Arakan mountain range on the eastern boundary and the Hindu Kush mountain range on the western border. അപ്പോൾ എന്തൊക്കെയാണ്? ദി ഹിമാലയൻ മൗണ്ടൻ സിറ്റുവേറ്റഡ് നോർത്തേൺ ബൗണ്ടറിയിൽ ആരാണുള്ളത്? യെസ്, ഹിമാലയൻ പർവ്വതമാണ്. ദെൻ അരക്കൻ എവിടെയാണ്? യെസ്, റേഞ്ച് ഓൺ ദ ഈസ്റ്റേൺ ബൗണ്ടറിയിലാണ്. ആൻഡ് ഹിന്ദുക്കുഷ് മൗണ്ടൻ റേഞ്ച് ഓൺ ദ വെസ്റ്റേൺ ബോർഡറിൽ ആരുണ്ട്? യെസ്, ഹിന്ദുക്കുഷ് മൗണ്ടൻ റേഞ്ച് ആണല്ലേ, ഹിന്ദുക്കുഷ് പർവ്വത നിരയുമുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ ബോർഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. ദ ഹിമാലയൻ മൗണ്ടെയ്ൻസ് ആൻഡ് ദ വെസ്റ്റേൺ ഗാർഡ്സ്. The Himalayan mountain and the Western Ghats play a crucial role in influencing the climate of India. ഇന്ത്യയുടെ ക്ലൈമറ്റിലെ ക്രൂഷ്യൽ റോൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്തൊക്കെയാണ്? ഹിമാലയൻ മൗണ്ടെയ്ൻസും അതുപോലെ തന്നെ വെസ്റ്റേൺ ഗാർഡ്സുമാണല്ലേ. During winter, the Himalayas block the cold northern from the entering into Indo-Gangetic plains, and the summer they prevent the monsoon winds carrying rain from the southwest. Then this results in the significant rainfall across the Indian subcontinent. Similarly, the Western Ghats acts as a barrier, causing rainfall along the western coastal region, except for Sri Lanka, which relies on the winter rainfall, and the northwestern coastal areas. Most of the subcontinent receives rain from the southwest monsoon. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്? യെസ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോണ്ടിനെൻറ്റ്സ് ആൻഡ് സബ് കോണ്ടിനെൻറ്റ്? കോണ്ടിനെൻറ്റും സബ് കോണ്ടിനെൻറ്റും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കോണ്ടിനെൻ്റ് എന്താണ്? യെസ്, ഫസ്റ്റ് നമുക്ക് എന്ത് എഴുതാം? യെസ്, പാർട്ട് ഓഫ് ദ വാസ്റ്റ് ലാൻഡ്. അപ്പോൾ സബ് കോണ്ടിനെൻറ്റിൽ എന്താണ്? യെസ്, വാസ്റ്റ് കോണ്ടിനെൻ്റൽ ഏരിയ. ദെൻ സൈസ് ഈസ് മോർ. അപ്പോൾ സബ് കോണ്ടിനെൻ്റ് എന്തായിരിക്കും? ദെൻ നോക്കൂ, സബ് കോണ്ടിനെൻ്റ് നടന്നിട്ടുണ്ട് കൺസിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് ടോപ്പോഗ്രഫിക്കൽ കാറ്റഗറീസ്. ദെൻ ദ ലാൻഡ് സെപ്പറേറ്റഡ് ബൈ നാച്ചുറൽ ബൗണ്ടറീസ്. കോണ്ടിനെൻ്റ് നൽകിയിട്ടുണ്ട്. നമ്മളപ്പോൾ എങ്ങനെ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക? യെസ്, നമുക്കറിയാം കോണ്ടിനെൻ്റ് എന്താണ്? പാർട്ട് ഓഫ് ദ വാസ്റ്റ് ലാൻഡ്. ദെൻ സബ് കോണ്ടിനെൻ്റ് വാസ്റ്റ് കോണ്ടിനെൻ്റൽ ഏരിയ. ദെൻ കോണ്ടിനെൻറ്റ്സ്, യെസ്, ദ സൈസ് ഈസ് മോർ. സബ് കോണ്ടിനെൻ്റ് എങ്ങനെയാണ്? യെസ്, സ്മോളർ സൈസ് ആണല്ലേ. ദെൻ കൺസിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് ടോപ്പോഗ്രഫിക്കൽ കാറ്റഗറീസ് ആണ് ഏത്? യെസ്, കോണ്ടിനെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സബ് കോണ്ടിനെൻ്റോ? യെസ്, കൺസിസ്റ്റ് ഓഫ് different topographical categories. Then the land separated by natural boundaries. Then subcontinent, the land separated by natural boundaries. Okay, അപ്പോൾ ഡിഫറൻസസ് കൂട്ടുകാർ പഠിച്ചു വയ്ക്കുക. ദെൻ ക്യാൻ ബി കെപ്റ്റ് ഇൻ മെമ്മറി. നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിക്കാനുള്ളതാണ് അല്ലേ. ദി ഇന്ത്യൻ ഓഷ്യൻ ഈസ് ദ ഓൺലി ഓഷ്യൻ നോൺ ബൈ ദ നെയിം ഓഫ് എ കൺട്രി. ആ ഒരു കൺട്രിയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഓഷ്യനാണ് ഏതെന്ന് പറയുന്നത്? യെസ്, ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന നമ്മുടെ കൺട്രിയുടെ പേരിൽ അറിയപ്പെടുന്നൊരു സമുദ്രമാണേത്? ഇന്ത്യൻ മഹാസമുദ്രം. നെക്സ്റ്റ് മാപ്പ് റീഡിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. വിച്ച് കൺട്രീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്? അപ്പം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്ന കൺട്രീസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം കൂട്ടുകാർ എന്ത് ചെയ്യണം? ഈ മാപ്പ് നോക്കിയിട്ടാണ് കണ്ടെത്തി എഴുതേണ്ടത്. ഇന്ത്യയുണ്ട് നമുക്കറിയാം. ദെൻ ബംഗ്ലാദേശ് ഉണ്ട്. പിന്നെ ആരൊക്കെയാണുള്ളത്? യെസ്, ഇന്ത്യ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, നേപ്പാൾ, പാകിസ്ഥാൻ, മാൽഡീവ്സ് ആൻഡ് ശ്രീലങ്ക. അപ്പോൾ ഇത്രയും കോണ്ടിനെൻറ്റ്സ് ആണുള്ളത്. അപ്പം കൂട്ടുകാർ എന്ത് ചെയ്യുക? മാപ്പ് നോക്കി ഓരോന്നായി എഴുതുക. Then a peninsula is a landmass that is pushed into the sea and surrounded by water on three sides.
A peninsula is a landmass that is pushed into the sea and surrounded by water on three sides. The landmass extending into the Indian Ocean is Indian Peninsula. The southern part of the Indian Peninsula is bordered by Great Northern Plain. Okay, the next നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്? വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർത്തേൺ ഇന്ത്യൻ പ്ലെയിൻ? നോർത്തേൺ ഇന്ത്യൻ പ്ലെയിനിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ നോർത്തേൺ ഇന്ത്യൻ പ്ലെയിൻ, അതായത് ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? യെസ്, ഫെർട്ടൈൽ സോയിൽ ഉണ്ട്, ഫലഭൂയിഷ്ഠമായ മണ്ണ്. ദെൻ വാട്ടർ ഈസ് റിച്ച് ഇൻ റിവേഴ്സ്, നദികളാൽ എന്താണ്? ജലസമൃദ്ധമാണല്ലേ. ദെൻ ഫ്ലാറ്റ് ടെറൈൻ, നിരപ്പാർന്ന ഭൂപ്രദേശം. ദെൻ പോപ്പുലേറ്റഡ് അല്ലേ, ജനനിബിഡമാണല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക് എന്താണ്? ഫെർട്ടൈൽ സോയിൽ, വാട്ടർ ഈസ് റിച്ച് ഇൻ റിവേഴ്സ്, ദെൻ ഫ്ലാറ്റ് ടെറൈൻ ആൻഡ് പോപ്പുലേറ്റഡ്. ഓക്കെ, ദെൻ മേക്ക് എ നോട്ട് ഓൺ ദ ഗ്രേറ്റ് പ്ലെയിൻ ഓഫ് നോർത്തേൺ ഇന്ത്യ. ദ നോർത്തേൺ ഇന്ത്യയിലെ ഗ്രേറ്റ് പ്ലെയിൻ എന്താണ്? യെസ്, മേക്ക് എ നോട്ട് ഓൺ ദ ഗ്രേറ്റ് പ്ലെയിൻ ഓഫ് നോർത്ത് ഇന്ത്യ. നോർത്ത് ഇന്ത്യയിലെ ഗ്രേറ്റ് പ്ലെയിനിനെ കുറിച്ച് നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? യെസ്, ഒരു നോട്ട് തയ്യാറാക്കാനാണ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എഴുതാം. ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഓർ ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ. നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്നും പറയും എന്താണ്? ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ എന്നും പറയല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ഇവയെക്കുറിച്ച് നോട്ട് എഴുതുമ്പോൾ നമ്മൾ എഴുതേണ്ടത്? യെസ്, ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഓർ ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ ഈസ് എക്സ്റ്റെൻസീവ് ആൻഡ് ഫ്ലാറ്റ് റീജിയൻ ലൊക്കേറ്റഡ് ടു ദ സൗത്ത് ഓഫ് ഹിമാലയൻ മൗണ്ടൻ റേഞ്ച് ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. അപ്പോൾ എന്താണ്? Yes, the North Indian Plain or Indo-Gangetic Plain is an extensive flat and region located to the south of Himalayan mountain range in the Indian subcontinent. The northern alluvial plain enriched by the flow of the Ganges and tributaries is another distinctive feature of the subcontinent. It stretches from the east to the west of the subcontinent, a network of railways and roads found in this region. ഇത്രയും കാര്യങ്ങൾ കൂട്ടുകാരെ നോട്ടിൽ ഉൾപ്പെടുത്തുക. Then can be kept in memory. The North Indian plain is landmass known as the backbone of the Indian economy. ഇന്ത്യൻ ഇക്കണോമിയുടെ ബാക്ക്ബോൺ എന്നറിയപ്പെടുന്നത് എന്താണ്? യെസ്, ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ആണല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ പെനിൻസുലാർ പ്ലാറ്റ്യൂ? പെനിൻസുലാർ പ്ലാറ്റ്യൂവിൻ്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പെനിൻസുലാർ പ്ലാറ്റ്യൂവിൻ്റെ സ്പെഷ്യാലിറ്റിയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് കൂട്ടുകാരെ പെനിൻസുലാർ പ്ലാറ്റ്യൂവിൻ്റെ പ്രത്യേകത? യെസ്, നമുക്ക് എഴുതാം. ദ സദേൺ പാർട്ട് ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഈസ് ദ പ്ലാറ്റ്യൂ. എന്താണ്? യെസ്, സദേൺ പാർട്ട് ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഈസ് ദ പ്ലാറ്റ്യൂ. അതായത് ഉത്തര മഹാസമുദ്രത്തിന് തെക്കുഭാഗമാണ് തെക്കുഭാഗം എന്താണ്? യെസ്, പീഠഭൂമിയാണല്ലേ. ദ ടെറൈൻ പ്ലെയിൻ ഈസ് അപ്രോക്സിമേറ്റ്ലി 150 to 900 meters എബോവ് സീ ലെവൽ. എന്താണ്? യെസ്, ഏകദേശം 150 മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ളതായിട്ട് ഇത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം എന്താണ്? യെസ്, ദ ടെറൈൻ ഈസ് അപ്രോക്സിമേറ്റ്ലി 150 to 900 meters എബോവ് സീ ലെവൽ. സീ ലെവലിന് മുകളിലായിട്ട്, അതായത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 150 മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ളതായിട്ട് ഇത് കണക്കാക്കുന്നു. ദെൻ എ മോർ ഓർ ലെസ് ട്രയാങ്കുലർ ഷേപ്പ്ഡ് ടെറൈൻ. ഇതെങ്ങനെയുള്ളതാണ്? യെസ്, ഏറെക്കുറെ ത്രികോണാകൃതിയാണല്ലേ ഈ ഭൂവിഭാഗത്തിന്. യെസ്, ട്രയാങ്കുലർ ഷേപ്പ്ഡ് ടെറൈനാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് മാപ്പ് റീഡിംഗ് ആണ് നൽകിയിട്ടുള്ളത്. ഫൈൻഡ് ഔട്ട് ദ ലൊക്കേഷൻ ഓഫ് ദ പെനിൻസുലാർ പ്ലാറ്റ്യൂ. പെനിൻസുലാർ പ്ലാറ്റ്യൂവിൻ്റെ എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? പെനിൻസുലാർ പ്ലാറ്റ്യൂവിൻ്റെ ലൊക്കേഷനാണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ പെനിൻസുലാർ പ്ലാറ്റ്യൂ എങ്ങനെയാണ്? യെസ്, ദ പെനിൻസുലാർ പ്ലാറ്റ്യൂ സ്പ്രെഡ് ഓവർ മധ്യപ്രദേശ്, ദെൻ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാടു, തെലങ്കാന, ഒഡീഷ ആൻഡ് വെസ്റ്റ് ബംഗാൾ. അപ്പോൾ പെനിൻസുലാർ പ്ലാറ്റ്യൂ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? യെസ്, സ്പ്രെഡ് ഓവർ മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ദെൻ മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാടു, തെലങ്കാന, ഒഡീഷ ആൻഡ് വെസ്റ്റ് ബംഗാൾ. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ താർ ഡെസേർട്ട്. താർ ഡെസേർട്ടിൻ്റെ ഫീച്ചേഴ്സാണ്. എന്തൊക്കെയാണ് താർ ഡെസേർട്ടിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? സവിശേഷതകൾ എന്തൊക്കെയാണ്? യെസ്, ദ താർ ഡെസേർട്ട് ഈസ് ആൻ ആരിഡ് ടെറിട്ടറി ദാറ്റ് എക്സ്റ്റെൻഡ് നോർത്ത് വെസ്റ്റ് ഓഫ് ദ ഉപദ്വീപീയ പ്ലാറ്റ്യൂ ടു അവർ കൺട്രി ആൻഡ് നൈബറിംഗ്
പാകിസ്ഥാൻ. അതായത് ഉപദ്വീപീയ പീഠഭൂമിയുടെ ആ വടക്കു പടിഞ്ഞാറായിട്ട് ഇന്ത്യയിലും പാകിസ്ഥാനിലുമായും വ്യാപിച്ച് കിടക്കുന്ന ഒരു വരണ്ട പ്രദേശമാണ് എന്തെന്ന് പറയുന്നത്? യെസ്, ദ താർ ഡെസേർട്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഡ്യൂ ടു എക്സ്ട്രീം ഹീറ്റ്, വെരി ലോ റെയിൻഫോൾ ആൻഡ് സലൈൻ സോയിൽ, ദ ഏരിയാസ് ജനറലി സ്പേഴ്സ്ലി പോപ്പുലേറ്റഡ്. എന്താണ് ഇവിടെ എന്തൊക്കെയാണുള്ളത്? യെസ്, എക്സ്ട്രീം ഹീറ്റ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ വെരി ലോ റെയിൻഫോൾ, വളരെ കുറഞ്ഞ റെയിൻഫോളുകൾ. ദെൻ സലൈൻ സോയിൽ, ദ ഏരിയാസ് ജനറലി സ്പേഴ്സ്ലി പോപ്പുലേറ്റഡ്. ദെൻ ദ ആരവല്ലി മൗണ്ടൻ റേഞ്ചിനാണ് നമ്മൾ നോക്കുന്നത്. ദ ആരവല്ലി മൗണ്ടൻ റേഞ്ച് സെപ്പറേറ്റ്സ് സെൻട്രൽ ഇന്ത്യ ഫ്രം ദ താർ ഡെസേർട്ട്, വൈൽ വിന്ധ്യ ആൻഡ് സത്പുര റേഞ്ചസ് സെപ്പറേറ്റ് ദ നോർത്തേൺ പ്ലെയിൻസ് ഫ്രം ദ ഇന്ത്യൻ പെനിൻസുല. ഓക്കെ, ദ നെക്സ്റ്റ് എന്താണ്? യെസ്, ദ ഡെക്കാൻ പ്ലാറ്റ്യൂ ആണല്ലേ, ദ ഡെക്കാൻ പ്ലാറ്റ്യൂ. ഓക്കെ, നമുക്ക് ഡെക്കാൻ പ്ലാറ്റ്യൂ എന്താണെന്ന് നോക്കാം. ദ ഡെക്കാൻ പ്ലാറ്റ്യൂ ഫോംഡ് ബൈ ദ ലാവ ഫ്ലോസ് ഫ്രം ആൻഷ്യൻ വോൾക്കാനിക് ആക്ടിവിറ്റി ഷേപ്സ് എ പ്രൊമിനൻറ്റ് പാർട്ട് ഓഫ് ഇന്ത്യൻ പെനിൻസുല. ഇറ്റ് ഈസ് ബോർഡേഡ് ബൈ ദ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ഗാർഡ്സ്. ബിയോണ്ട് ദിസ് റേഞ്ചസ് ലൈ ദ നാരോ കോസ്റ്റൽ പ്ലെയിൻസ് ഓഫ് കോറമാണ്ടൽ, മലബാർ ആൻഡ് കൊങ്കൺ. ദെൻ നീലഗിരി, ആനമലൈ ആൻഡ് ഏലമലൈ ഹിൽസ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ സദേൺ ടിപ്പ് ഓഫ് ദ പെനിൻസുല. ദെൻ നെക്സ്റ്റ് നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ളതാണല്ലോ. എന്താണ്? യെസ്, ആനമുടി ഈസ് ദ ഹയസ്റ്റ് പോയിന്റ് ഇൻ ദ പെനിൻസുലാർ പ്ലാറ്റ്യൂ. ഓക്കെ. ദെൻ ഇമേജ് ഒബ്സർവേഷനാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. ഇൻ വിച്ച് ടെറൈൻസ് ഡു ദിസ് ഇമേജ് ഇൻഡിക്കേറ്റ് പീപ്പിൾസ് ലൈഫ്? ഫസ്റ്റ് ഫിഗർ നോക്കൂ, ഏതാണ്? റിഡ് ലാൻഡ് ആണല്ലേ. ദെൻ സെക്കൻഡ്, യെസ്, കോസ്റ്റ് ലൈൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ഫിഗർ 1 റിഡ് ലാൻഡ്, ദെൻ സെക്കൻഡ് കോസ്റ്റ് ലൈൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കൂട്ടുകാരെ നമ്മൾ ഈ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള നോട്ട്സുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.